എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനിച്ച വർഷത്തിൻ്റെ അവസാന അക്കത്തിൽ നിന്ന് നിങ്ങളുടെ ജീവിതം അറിയാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ച് അത്ഭുതപ്പെടാറുണ്ട്. ചിലർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ വിജയങ്ങൾ വരും. ചിലർക്ക് കഠിനമായി പരിശ്രമിച്ചിട്ടും ഫലം വൈകും. ചിലർക്ക് ബന്ധങ്ങളിൽ വലിയ സന്തോഷം ലഭിക്കും. ചിലർക്കോ നിരാശകൾ കൂടുതലായിരിക്കും. എല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസപ്പെടുന്നത്? സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജി പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക സംഖ്യകൾക്ക് വലിയ സ്വാധീനമുണ്ടെന്നാണ്. നമ്മുടെ ജനനത്തീയതി, ജനനമാസം, ജനിച്ച വർഷം ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചില വഴിത്തിരിവുകൾ നിർണയിക്കപ്പെടുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ലളിതമായ ഒരു രീതിയാണ്. നിങ്ങൾ ജനിച്ച വർഷത്തിൻ്റെ അവസാന അക്കം മാത്രം എടുത്തു നോക്കുക. ഉദാഹരണത്തിന് 1991 ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അവസാന അക്കം 1 ആണ്. 1984 ജനിച്ചവരാണെങ്കിൽ നിങ്ങളുടെ അവസാന അക്കം 4. 2007 ജനിച്ചവരാണെങ്കിൽ അവസാന അക്കം 7. അങ്ങനെ നിങ്ങളുടെ ജനിച്ച വർഷത്തിൻ്റെ അവസാന അക്കം എന്താണോ അതനുസരിച്ച് നിങ്ങളുടെ സ്വഭാവം, കഴിഞ്ഞ കാലം, ഇപ്പോഴുള്ള അവസ്ഥ, അതുപോലെ വരാനിരിക്കുന്ന ചില സാധ്യതകൾ എന്നിവയെക്കുറിച്ച് സംഖ്യാശാസ്ത്രം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം. വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെടേണ്ടി വരും, ഇത് എങ്ങനെ ഇത്രയും ശരിയാകുന്നു എന്ന്. ഇനി നമുക്ക് ഓരോ അക്കത്തിൻ്റെയും രഹസ്യങ്ങൾ നോക്കാം. അക്കം 1. നിങ്ങളുടെ ജനിച്ച വർഷത്തിൻ്റെ അവസാന അക്കം 1 ആണെങ്കിൽ നിങ്ങൾ സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തമായ വ്യക്തിത്വമുള്ള ഒരാളാണ്. ഈ സംഖ്യയ്ക്ക് പിന്നിൽ നിൽക്കുന്ന ഗ്രഹശക്തി സാധാരണയായി സൂര്യനുമായി ബന്ധപ്പെട്ടതാണെന്ന് സംഖ്യാശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ അക്കത്തിൽ ജനിച്ചവർക്ക് ചില പ്രത്യേക സ്വഭാവങ്ങൾ കാണാം. ആദ്യം പറയേണ്ടത് നിങ്ങൾക്ക് നേതൃത്വ ഗുണം വളരെ ശക്തമാണ് എന്നതാണ്. ഒരു കൂട്ടത്തിൽ നിങ്ങളുണ്ടെങ്കിൽ ആളുകൾ സ്വാഭാവികമായി നിങ്ങളെ നോക്കി തുടങ്ങും. നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അതേസമയം നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാകാം. നിങ്ങൾക്ക് ആരുടെയും കീഴിൽ നിൽക്കാൻ ഇഷ്ടമില്ല. അത് ജോലി സ്ഥലത്തായാലും കുടുംബത്തിലായാലും സുഹൃത്തുക്കളിലായാലും നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയാണ് ശരിയെന്ന് തോന്നും. ഇത് ചിലപ്പോൾ നല്ലതാണ്, പക്ഷേ ചിലപ്പോൾ ഇത് ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ കാലം നോക്കിയാൽ ഒരു കാര്യം കാണാം. നിങ്ങൾ പലപ്പോഴും ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടാകാം. കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ആളുകൾ കുറവായിരിക്കും. അതായത് നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ കുറവായിരിക്കും. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ ദുർബലരല്ല. നിങ്ങൾക്കുള്ളിൽ ഒരു വലിയ ശക്തിയുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. പക്ഷേ സമയം കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു എന്ന്. വരാനിരിക്കുന്ന സമയത്തെക്കുറിച്ച് സംഖ്യാശാസ്ത്രം പറയുന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അടുത്ത 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം. അതായത് ജോലിയിൽ അംഗീകാരം, ബിസിനസ്സിൽ വളർച്ച, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കഴിവിന് വലിയ പ്രശംസ. ഇത് നിങ്ങളെ പുതിയ ആത്മവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകും. ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അക്കത്തിലുള്ളവർ ചിലപ്പോൾ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം, തലവേദന ഇവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അധികമായ കോപവും സമ്മർദ്ദവും ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ആത്മവിശ്വാസം തന്നെയാണ്. ഇനി അക്കം 2. നിങ്ങളുടെ അവസാന അക്കം 2 ആണെങ്കിൽ നിങ്ങൾ വളരെ സ്നേഹമുള്ള ഒരു ഹൃദയമുള്ള ആളായിരിക്കും. ഈ സംഖ്യ സാധാരണയായി ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ അക്കത്തിലുള്ളവർ വളരെ വൈകാരികമായ സ്വഭാവം കാണാം. നിങ്ങൾ മറ്റുള്ളവരുടെ വേദന എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കും. ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടു നിൽക്കാൻ കഴിയില്ല.
അതുകൊണ്ട് നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നോട്ട് വരും. പക്ഷേ ചിലപ്പോൾ ഈ നല്ല മനസ്സ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. കാരണം എല്ലാവരും നിങ്ങളെപ്പോലെ നല്ലവരായിരിക്കണമെന്നില്ല. നിങ്ങൾ വിശ്വസിച്ച ചില ആളുകൾ നിങ്ങളെ ചൂഷണം ചെയ്തിട്ടുണ്ടാകാം. ചില ബന്ധങ്ങളിൽ നിങ്ങൾ വളരെയധികം ഒരുപാട് കാര്യങ്ങൾ നൽകിയിട്ടും തിരിച്ചായി ഒന്നും ലഭിക്കാതെ പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ഈ നല്ല മനസ്സ് ഒരിക്കലും വെറുതെയാകില്ല. വരാനിരിക്കുന്ന സമയം നിങ്ങൾക്ക് കൂടുതൽ സന്തോഷകരമായിരിക്കും എന്ന് സംഖ്യാശാസ്ത്രം പറയുന്നു. അടുത്ത 7 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല ആളുകൾ എത്താം. പുതിയ സൗഹൃദങ്ങൾ, പുതിയ ബന്ധങ്ങൾ, നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ നിങ്ങളെ സമീപിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസമാധാനം ലഭിക്കുന്ന ഒരു കാലഘട്ടം തുടങ്ങും. ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടത്, ഈ അക്കത്തിലുള്ളവർ ചിലപ്പോൾ ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, ജീർണ പ്രശ്നങ്ങൾ ഇവ ഉണ്ടാകാം. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. സംഗീതം കേൾക്കുക, ധ്യാനം ചെയ്യുക, പ്രകൃതിയോട് സമയം ചെലവഴിക്കുക. ഇവ നിങ്ങൾക്ക് വലിയ മാറ്റം നൽകും. അടുത്തതായി അക്കം 3. നിങ്ങളുടെ അവസാന അക്കം 3 ആണെങ്കിൽ നിങ്ങൾ സാധാരണയായി അറിവും വിവേകവുമുള്ള വ്യക്തിയാണ്. ഈ സംഖ്യയ്ക്ക് പിന്നിൽ ഗുരുഗ്രഹത്തിന്റെ ശക്തിയുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ അക്കത്തിലുള്ളവർക്ക് പഠനത്തിലും അറിവിലും വലിയ താല്പര്യം കാണാം. നിങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടാകും. ആൾക്കാർക്ക് നിങ്ങൾ നല്ല ഉപദേശം നൽകാൻ കഴിയും. ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്നവരായിരിക്കും. പക്ഷേ അതേസമയം ഒരു വിചിത്ര കാര്യമുണ്ടാകും. മറ്റുള്ളവർക്ക് നൽകുന്ന ആ നല്ല ഉപദേശം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയാസപ്പെടാം. ഇത് ഈ അക്കത്തിലുള്ളവർക്ക് സാധാരണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ പഠനത്തിൽ തടസ്സങ്ങൾ, കരിയറിൽ വൈകൽ, അതുപോലെ തന്നെ തീരുമാനങ്ങളിൽ ആശയക്കുഴപ്പം ഇവ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. വരാനിരിക്കുന്ന സമയത്ത് അതാണ് നിങ്ങളെ ഉയർത്തുക. സംഖ്യാശാസ്ത്രം പറയുന്നത് അടുത്ത 5 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിലൂടെ പണം ലഭിക്കാനുള്ള അവസരമുണ്ടാകാം. അത് പഠനവുമായി ബന്ധപ്പെട്ട ജോലി, അല്ലെങ്കിൽ പരിശീലനം നൽകൽ, എഴുത്ത്, സംസാര കഴിവ് ഇവയിൽ ഒന്നായിരിക്കാം. ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ അക്കത്തിലുള്ളവർക്ക് ചിലപ്പോൾ കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഭാരക്കൂടുതൽ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ജീർണ പ്രശ്നങ്ങൾ ഇവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ നിയന്ത്രണം പാലിക്കുക. ഇനി അടുത്തതായി അക്കം 4. നിങ്ങളുടെ ജനിച്ച വർഷത്തിന്റെ അവസാന അക്കം 4 ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം സാധാരണ ആളുകളുടെ പോലെ തന്നെ നേരെ പോകുന്ന ഒന്നല്ല. ഈ സംഖ്യയിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില സമയങ്ങളിൽ എല്ലാം വളരെ നന്നായി പോകും, പക്ഷേ ചിലപ്പോൾ അപ്രതീക്ഷിതമായി കാര്യങ്ങൾ മാറിപ്പോകാം. അതുകൊണ്ട് തന്നെ ഈ അക്കത്തിലുള്ളവർ ചിലപ്പോൾ തോന്നും, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇത്രയും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ അക്കത്തിൽ ജനിച്ചവർക്ക് വളരെ ശക്തമായ സഹനശക്തി ഉണ്ടാകും. നിങ്ങൾ ഒരിക്കൽ വീണാലും വീണ്ടും എഴുന്നേൽക്കാൻ കഴിവുള്ള ഒരാളാണ്. നിങ്ങൾ ജീവിതത്തിൽ വളരെ കഠിനമായി പരിശ്രമിച്ചിട്ടുണ്ടാകാം, പക്ഷേ പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിച്ച ഫലം ഉടൻ ലഭിച്ചില്ലായിരിക്കും. ഇത് നിങ്ങളെ നിരാശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ സംഖ്യാശാസ്ത്രം പറയുന്നത് ഒരു പ്രധാന കാര്യമാണ്, നിങ്ങളുടെ പരിശ്രമം ഒരിക്കലും വെറുതെയാകില്ല. അടുത്ത 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അവസരം വരാൻ സാധ്യതയുണ്ട്. അത് വിദേശയാത്ര, പുതിയ ജോലി, ഭാഗ്യപരീക്ഷണത്തിൽ വിജയം, അല്ലെങ്കിൽ ഒരു വലിയ സാമ്പത്തിക നേട്ടം ഇവയിലൊന്നായിരിക്കാം. ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടത്, ഈ അക്കത്തിൽ ഉള്ളവർക്ക് ചിലപ്പോൾ നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് ഇവ ഉണ്ടാകാം. അതുകൊണ്ട് വിശ്രമവും മാനസിക സമാധാനവും ജീവിതത്തിൽ പ്രധാനമാക്കുക. അക്കം 5.
നിങ്ങളുടെ അവസാന അക്കം 5 ആണെങ്കിൽ നിങ്ങൾ വളരെ സജീവവും ചുറുചുറുക്കുമുള്ള വ്യക്തിയുമാണ്. ഈ സംഖ്യയ്ക്ക് പിന്നിൽ സാധാരണയായി ബുധന്റെ സ്വാധീനം ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അക്കത്തിലുള്ളവർക്ക് സംസാര കഴിവ് വളരെ മികച്ചതായിരിക്കും. നിങ്ങൾക്ക് ആളുകളുമായി എളുപ്പത്തിൽ സംസാരിക്കാൻ കഴിയും. പുതിയ ആളുകളെ പരിചയപ്പെടാനും പുതിയ ഇടങ്ങളിൽ പോകാനും നിങ്ങൾക്ക് ഇഷ്ടമാകും. പക്ഷേ ഇതിന് ചെറിയ ദോഷവുമുണ്ട്. നിങ്ങൾക്ക് ഒരേ കാര്യത്തിൽ ഏറെ നാൾ സ്ഥിരതയോടെ തുടരാൻ ചിലപ്പോൾ പ്രയാസപ്പെടാം. ജീവിതത്തിൽ പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകാം. ജോലിയിൽ മാറ്റങ്ങൾ, താമസം മാറൽ, അതുപോലെ പുതിയ പദ്ധതികൾ ആരംഭിച്ച് പിന്നീട് അത് മാറ്റൽ, ഇവ സാധാരണമാണ്. പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ട ആളല്ല. ഇത് നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് അടുത്ത 4 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരതയുടെ കാലഘട്ടം തുടങ്ങാമെന്നാണ്. പ്രത്യേകിച്ച് കരിയർ, ബിസിനസ്, സാമ്പത്തിക കാര്യങ്ങൾ ഇവയിൽ നല്ല പുരോഗതി ഉണ്ടാകാം. ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടത്, ഈ അക്കത്തിലുള്ളവർ ചിലപ്പോൾ ജീർണ പ്രശ്നങ്ങൾ, നാഡീസമ്മർദ്ദം, തലവേദന ഇവ ഉണ്ടാകാം. അതുകൊണ്ട് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. അക്കം 6. നിങ്ങളുടെ അവസാന അക്കം 6 ആണെങ്കിൽ നിങ്ങൾ വളരെ സ്നേഹത്തിനും ബന്ധങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ്. ഈ സംഖ്യയ്ക്ക് പിന്നിൽ സാധാരണയായി ശുക്രന്റെ ശക്തിയുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ അക്കത്തിലുള്ളവർക്ക് സൗന്ദര്യത്തോടും കലകളോടും വലിയ താല്പര്യം കാണാം. നിങ്ങൾക്ക് കുടുംബം വളരെ പ്രധാനമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾക്കായി നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറായിരിക്കും. പക്ഷേ ചിലപ്പോൾ ജീവിതത്തിൽ പ്രണയനൈരാശ്യം അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. നിങ്ങൾ വളരെ വിശ്വസിച്ച ചില ആളുകൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകാം, എൻ്റെ സ്നേഹം ആരും മനസ്സിലാക്കുന്നില്ല എന്ന്. പക്ഷേ സമയം എല്ലാം മാറ്റും. സംഖ്യാശാസ്ത്രം പറയുന്നത് അടുത്ത 8 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകാമെന്നാണ്. കുടുംബത്തിൽ സന്തോഷം, പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കൽ, സാമ്പത്തിക പുരോഗതി ഇവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ, ഈ അക്കത്തിലുള്ളവർക്ക് ചിലപ്പോൾ കഴുത്ത് പ്രശ്നങ്ങൾ, ഷുഗർ സംബന്ധമായ പ്രശ്നങ്ങൾ, ഭാരം കൂടൽ ഇവ ഉണ്ടാകാം. അതുകൊണ്ട് ആരോഗ്യപരമായ ജീവിതശൈലി പിന്തുടരുക. അക്കം 7. നിങ്ങളുടെ അവസാന അക്കം 7 ആണെങ്കിൽ നിങ്ങൾ വളരെ വ്യത്യസ്തമായ വ്യക്തിത്വമുള്ള ഒരാളാണ്. ഈ സംഖ്യ സാധാരണയായി ആത്മീയതയുമായി ബന്ധപ്പെട്ടതാണ്. ഈ അക്കത്തിലുള്ളവർക്ക് സാധാരണയായി ഏകാന്തത ഇഷ്ടപ്പെടുന്ന സ്വഭാവം കാണാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാൻ ഇഷ്ടമാകും. നിങ്ങൾ ലോകത്തെ മറ്റു ആളുകളെക്കാൾ വ്യത്യസ്തമായി കാണുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആളുകൾ നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ ദുർബലരല്ല. നിങ്ങൾക്ക് ഉള്ളിൽ വലിയ ആത്മീയ ശക്തി ഉണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും വിചിത്രമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഉദാഹരണത്തിന്, മുൻകൂട്ടി ചില കാര്യങ്ങൾ തോന്നുക, സ്വപ്നങ്ങളിൽ ചില സന്ദേശങ്ങൾ കാണുക, ജീവിതത്തെക്കുറിച്ച് ആഴത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുക. സംഖ്യാശാസ്ത്രം പറയുന്നത് അടുത്ത 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു വലിയ ആത്മീയ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ പുതിയ രീതിയിൽ കാണാൻ നിങ്ങളെ സഹായിക്കും. ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടത്, നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, മാനസിക ക്ഷീണം ഇവ ഒഴിവാക്കാൻ ധ്യാനം സഹായകരമായിരിക്കും. അക്കം 8. നിങ്ങളുടെ അവസാന അക്കം 8 ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം സാധാരണയായി പരീക്ഷണങ്ങളിലൂടെ വളരുന്ന ഒരു യാത്രയായിരിക്കും. ഈ സംഖ്യയ്ക്ക് പിന്നിൽ സാധാരണയായി ശനി ഗ്രഹത്തിന്റെ സ്വാധീനം ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അക്കത്തിലുള്ളവർക്ക് ജീവിതത്തിൽ കഠിനാധ്വാനം വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ നേടിയിട്ടുള്ള പല കാര്യങ്ങളും എളുപ്പത്തിൽ ലഭിച്ചതല്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഒരിക്കൽ വിജയിച്ചാൽ അത് വളരെ വലിയ വിജയമായിരിക്കും. സംഖ്യാശാസ്ത്രം പറയുന്നത് 30 വയസ്സിന് ശേഷം ഈ അക്കത്തിലുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തുടങ്ങും എന്നാണ്. പ്രത്യേകിച്ച് അടുത്ത 2 വർഷത്തിനുള്ളിൽ വലിയ അധികാരം, സാമ്പത്തിക വളർച്ച, സമൂഹത്തിൽ ബഹുമാനം ഇവ ലഭിക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: എല്ല് സംബന്ധമായ വേദന, സന്ധിവാതം, പിൻവേദന, ഈ വേദനകളൊക്കെ ഒഴിവാക്കാൻ വ്യായാമം സഹായകരമാണ്.
അക്കം 9. നിങ്ങളുടെ അവസാന അക്കം 9 ആണെങ്കിൽ നിങ്ങൾ വളരെ ധൈര്യവും നീതിബോധവും ഉള്ള വ്യക്തിയാണ്. നിങ്ങൾക്ക് അനീതിയെ കണ്ടു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്കായി പോരാടുന്ന ഒരാളായിരിക്കും. പക്ഷേ ഈ അക്കത്തിലുള്ളവർക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ടാകാം, ദേഷ്യം. ചിലപ്പോൾ കോപത്തിൽ എടുത്ത തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അത് കാരണം ചില നല്ല ബന്ധങ്ങൾ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾ ഉള്ളിൽ വളരെ നല്ല മനസ്സുള്ള ആളാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് വരാനിരിക്കുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് സാമൂഹികമായോ രാഷ്ട്രീയമായോ വലിയ നിലയിൽ എത്താൻ അവസരമുണ്ടാകാമെന്നാണ്. നിങ്ങളുടെ നേതൃഗുണം ആളുകൾ തിരിച്ചറിയും. അടുത്തതായി അക്കം 0. നിങ്ങളുടെ അവസാന അക്കം 0 ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ പ്രത്യേകത ഉള്ളതാണ്. ഈ സംഖ്യ സാധാരണയായി പുതിയ തുടക്കങ്ങളുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഈ അക്കത്തിലുള്ളവർ പലപ്പോഴും 0 നിന്ന് ജീവിതം തുടങ്ങുന്നവരായിരിക്കും. ചിലപ്പോൾ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടും വീണ്ടും എഴുന്നേറ്റവരായിരിക്കും. പക്ഷേ ഈ അക്കത്തിൽ ഒരു വലിയ രഹസ്യമുണ്ട്. നിങ്ങൾക്കുള്ളിൽ അസാധാരണമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ശക്തി ഉണ്ടാകും. സംഖ്യാശാസ്ത്രം പറയുന്നത് അടുത്ത 2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഉയർച്ച ഉണ്ടാകാം. നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറുന്ന ഒരു അവസരം വരാം. പ്രിയപ്പെട്ടവരെ, സംഖ്യാശാസ്ത്രം നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്ന ഒരു മാർഗമാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. ഒരു സംഖ്യ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നില്ല. നമ്മുടെ പരിശ്രമം, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ വിശ്വാസം ഇവയാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന ഏറ്റവും വലിയ ശക്തികൾ. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതമായി പൊരുത്തപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു പ്രചോദനമായി സ്വീകരിക്കുക. നിങ്ങളുടെ ജനിച്ച വർഷത്തിന്റെ അവസാന അക്കം എന്താണെന്ന് കമന്റിൽ എഴുതൂ. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.